അപ്പം നമുക്കൊരു പഴയ കാലഘട്ടങ്ങളിലേക്ക് പോയാലോ? ഒരു 90-95 കാലഘട്ടത്തിൽ. അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ബൾബ് ഹോണാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബൾബ് ഹോൺ. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ്. ഞാൻ ഈ ബൾബ് ഹോൺ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതിന് നമുക്കൊരു ഏകദേശം ഒരു 679 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചാർജ് അടക്കം ഒരു 800 അടുത്തേക്ക് ആയിട്ടുണ്ട്. 778 രൂപ ആയിട്ടുണ്ട്. സംഭവം ഒന്ന് പരിശോധമല്ല, കുറേ നാൾ അന്വേഷിച്ച് കിടക്കുന്നു. തൃശ്ശൂർ സാധനം ഒത്തിരി കിട്ടാനില്ല. നമ്മുടെ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് നോക്കി, പക്ഷെ അവിടെ ഇല്ല. പിന്നെ കടകളിലൊക്കെ നോക്കി, അവിടെയും ഇല്ല. ലാസ്റ്റ് ജസ്റ്റ് ആമസോണിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കിട്ടി. അപ്പം നിങ്ങൾക്കത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വെറൈറ്റി. പിന്നെ അതുമാത്രമല്ല, ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ ഹോണാണ് വയ്ക്കുന്നത്. മൂന്നാമത്തെ ഹോൺ വെച്ചിട്ടും കാര്യമില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവുന്നു. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനോട് കുഴപ്പമൊന്നുമില്ല. ഹോണെന്ന് പറയുമ്പോൾ ഈ ബൾബ് ഹോണല്ല കേട്ടോ, മറ്റേ പഴയ ഹോൺ. അതായത് നമ്മൾ കിക്കി അടിക്കില്ലേ, ആ സംഭവം ഒരു 3 മാറ്റി. പിന്നെ തോന്നി എന്താ പറയുക, ഇലക്ട്രീഷ്യനെ കയ്യിൽ കാശ് കൊടുക്കണ്ട, ഇതാകുമ്പോൾ പിന്നെ നടന്നു പോയിക്കോളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇലക്ട്രീഷ്യനെ കാണണം, പിന്നെ ഇലക്ട്രീഷ്യൻ്റെ തിരക്ക് നോക്കിയിരിക്കണം. ഇവയൊക്കെ സാധനങ്ങളൊന്നും ഇതിൽ നിൽക്കുന്നില്ലല്ലോ. സംഭവം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഹോണടിച്ച് പോവാലോ. ശരി. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക.
പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഇനി നിങ്ങളുടെ കൺമുന്നിൽ എത്തുകയാണ് വൈകാതെ തന്നെ. അപ്പോൾ ഒന്നും കൂടിയും പറയുക, ബൈ.